ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ താണ്ടി ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശ്രീപെരുമ്പത്തൂരിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് രാമാനുജൻ്റെ ബർത്ത് പ്ലേസും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സ്ഥലവും കൂടിയാണ് ശ്രീപെരുമ്പത്തൂർ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയുടെ അവസാന നിമിഷങ്ങളുള്ള രാജീവ് ഗാന്ധി മെമ്മോറിയലിലെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ പോയി നോക്കുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ് ലഗേജും കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് കടത്തി വിടുന്നതല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻട്രിയും അതേപോലെ തന്നെ എക്സിറ്റ് നോക്കി തന്നെ പോവുക. എനിക്ക് ആദ്യം തന്നെ വഴി തെറ്റി, അങ്ങനെ ഞാൻ എൻട്രി നോക്കി എൻട്രിയിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് മരങ്ങളും അതേപോലെ തണലും ഒക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഇവിടുന്ന് തന്നെ. ആദ്യം തന്നെ മുൻപോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് രാജീവ് ഗാന്ധിനെ കുറിച്ച് ഒരു കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന രാജീവ് ഗാന്ധിയുടെ ജനിച്ച വർഷവും അതേപോലെ തന്നെ മരിച്ച വർഷവും അതേപോലെ തന്നെ മാതാപിതാക്കളുടെയും പേര് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഫുള്ള് പച്ചപ്പാണ്. അപ്പോൾ ആ തണലിൻ്റെ അടിയിൽ ഒരു കൊച്ചു ഇരിപ്പിടവും അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് 7 ചിഹ്നങ്ങളും അതേപോലെ സിമ്പിൾസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7 സിമ്പിൾസിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അവർ. ആദ്യത്തേത് ധർമ്മചക്രമാണ്, അത് ധർമ്മത്തെക്കുറിച്ചും. രണ്ടാമത്തേത് ബോധി വൃക്ഷം, അത് സത്യത്തെക്കുറിച്ചും. മൂന്നാമത്തേത് 3 അടുക്കുള്ള കുട, അത് ന്യായത്തെക്കുറിച്ചും. നാലാമത്തേത് നക്ഷത്രം, അത് അറിവിനെക്കുറിച്ചും. അഞ്ചാമത്തേത് അഗ്നി, അത് ത്യാഗത്തെക്കുറിച്ചും. ആറാമത്തേത് താമര, അത് ശാന്തിയെക്കുറിച്ചും. ഏഴാമത്തേത് നെൽക്കതിർ, അത് സമൃദ്ധിയെക്കുറിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നതാണ് ഇന്ത്യയുടെ നമ്മുടെ നാഷണൽ ഫ്ലാഗ്. നല്ല രീതിയിലാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കാറ്റ് കുറവായതുകൊണ്ട് പാറി പറക്കുന്നത് കാണാൻ പറ്റിയില്ല. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തെങ്കിലും അതിന് ഭാഗ്യം കിട്ടിയില്ല. പിന്നെ രാജീവ് ഗാന്ധിയുടെ അവസാന നിമിഷങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21 മെയ് 1991. 2 വർഷം മാത്രം നീണ്ടുനിന്ന VP സിംഗ് മന്ത്രിസഭയ്ക്ക് ശേഷമുള്ള ഇലക്ഷൻ ക്യാമ്പയിനിലായിരുന്നു രാജീവ് ഗാന്ധിയും കോൺഗ്രസും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്നു. 3 ആഴ്ചകൾ കൊണ്ട് 600ഓളം പാർലമെന്ററി മണ്ഡലങ്ങളും നിയമസഭാ മണ്ഡലങ്ങളും കവർ ചെയ്തിരുന്നു. ക്യാമ്പയിൻ്റെ അവസാന സമയത്തോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ സമയത്ത് ഡൽഹിയിൽ 20 മണിക്കൂറുകളോളം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. വേദിയിൽ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് ഈ വെളിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്യൂവിൽ മാലയിട്ടതിന് ശേഷമാണ് അദ്ദേഹം ഉള്ളിലോട്ട് കടന്നത്. പച്ചപ്പിൻ്റെ ഇടയ്ക്ക് മാർബിൾ വെച്ചിരിക്കുന്ന ആ വഴികളിലൂടെയായിരുന്നു രാജീവ് ഗാന്ധി കാറിൽ നിന്നും ഇറങ്ങി സ്റ്റേജിലോട്ട് നടന്നത്. 1000ഓളം ആൾക്കാരുടെ നടുവിലൂടെയാണ് രാജീവ് ഗാന്ധി ഈ വഴിയിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങിയത്. അതിനിടയിൽ ഒരു പെൺകുട്ടി വന്ന് തൻ്റെ കവിത ചൊല്ലി കേൾപ്പിക്കാനായി വരികയും രാജീവ് ഗാന്ധി അത് കേൾക്കാനായിട്ട് നിൽക്കുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടിക്ക് നന്ദിയും പറഞ്ഞ് രാജീവ് ഗാന്ധി മുന്നോട്ട് നടക്കുമ്പോഴാണ് 2 സ്ത്രീകൾ രാജീവ് ഗാന്ധിയുടെ കാലിൽ തൊട്ടുകൊഴാൻ വേണ്ടി കുനിയുന്നതും സ്ഫോടനം നടക്കുന്നതും ഒരുമിച്ചായിരുന്നു. ആ സ്ത്രീ ഒരു മനുഷ്യ ബോംബായിരുന്നു. സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധിയും നിരവധി പേര് മരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും കൈയും കാലുകളും നഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങൾ ആ നടുവിൽ കാണുന്നതാണ് രാജീവ് ഗാന്ധി അവസാനമായിട്ട് നിന്ന ആ സ്ഥലം. അതവിടെ രേഖപ്പെടുത്തി രാജീവ് ഗാന്ധിയുടെ ഒരു ചിത്രവും വരച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ ഈ മെമ്മോറിയൽ സൂക്ഷിച്ചിരിക്കുന്നത്. പച്ചപ്പുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. വെയിൽ നല്ലപോലെ അടിക്കുന്നുണ്ടെങ്കിലും ഈ തണലത്ത് വന്ന് നിന്നാൽ നല്ല തണുപ്പാണ്. ദൂരെ നിന്ന് തന്നെ ആ തൂണുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടാണ് ആ തൂണുകളും അതേപോലെ തന്നെ ചുറ്റും പച്ചപ്പുകളും മരങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ തൂണുകൾ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നതുമാണ്. തീർച്ചയായും നിങ്ങളിത് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ചെന്നൈയിൽ വരുന്നവർ തീർച്ചയായും ഇത് മിസ്സാക്കാതെ പോയി കാണേണ്ട ഒരു സ്ഥലവും കൂടിയാണ്. പിന്നെ അവിടെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വാളിലൊരു കൊത്തുപണി കാണാൻ പറ്റും. അതിമനോഹരമാണ് അത് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ. ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ഈ കൊത്തുപണികൾ. വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫോണിലൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുമെങ്കിൽ നേരിട്ട് കണ്ട എൻ്റെ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ മരങ്ങളും അതേപോലെ തന്നെ കാടുകളും അതേപോലെ തന്നെ കർഷകരും കൃഷിയും അതേപോലെ വീടുകളും കടകളും കൊച്ചു കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു ഇതുപോലെയും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളും കൂട്ടായ്മയും എല്ലാം, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി നടുവിൽ നിൽക്കുന്നതും, പിന്നെ വണ്ടി, കാറ്,
ട്രെയിന്, അതേപോലെ തന്നെ ട്രക്ക്, അങ്ങനെ അതിൽ സഞ്ചരിക്കുന്നതും യാത്രയ്ക്ക് പോകുന്നവരും, അങ്ങനെ വെള്ളവും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെയും പട്ടാളക്കാരുടെയും അതേപോലെ ഒരുപാട് കൊത്തുപണികൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ കാണും. അപ്പോൾ എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാനിവിടെ ഒരു തണലത്ത് മരത്തിൻ്റെ അടിയിലിരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത്. ഈ ചൂടത്ത് ഈ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ വേറെ ലെവൽ ഫീലാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തോട്ട് പോകുന്ന വഴിക്കാണ് ഈ ടോയ്ലറ്റും അതേപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവലിംഗ് വ്ളോഗ്സ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.